എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി കൊടുത്തേക്കണം. നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാവം പിടിച്ച കുട്ടിയെ പറ്റിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കേൾക്കാൻ താല്പര്യമില്ലാത്ത പാവം പിടിച്ച കൂട്ടുകാരും ഇങ്ങോട്ടേക്ക് വരണ്ട. അപ്പോൾ ആ പാവം പിടിച്ച കുട്ടി ജീവിച്ചു പൊയ്ക്കോട്ടെ. ആ പാവം പിടിച്ച കുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്താണ് മത്തങ്ങ മോറി കുഴപ്പം? നിങ്ങളുടെ ഈ മത്തങ്ങ മുഖവും കണ്ണും വെച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ വന്ന് കിടന്ന് ഇങ്ങനെ കുത്തിയിരുന്ന് സംസാരിക്കുന്നത്? ആ പാവം എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കിയോട്ടെ. ആ പാവത്തിനെതിരെ നിങ്ങൾക്ക് അസൂയയാണ് തള്ളേ. നിങ്ങൾക്ക് ആ പാവത്തിനെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ അസൂയ കൊണ്ട് ഇളകുകയാണ്. എന്താ പറയുന്നത്? ആര് കണ്ടാലും അസൂയപ്പെട്ടു പോവും. അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളൊക്കെ തള്ളപ്പരുവായി, നമ്മുടെയൊക്കെ മക്കളെയൊക്കെ കെട്ടിച്ചു വിടാറുമായി. പക്ഷെ എന്ന് കരുതിയിട്ട് സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങൾ, ചില പുഴുക്കുത്തുകളൊക്കെ വിളിച്ച് കാണിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇടിച്ച് താഴ്ത്തി കഴിയുമ്പോൾ നമ്മളതങ്ങ് മിണ്ടാണ്ട് വായും പൂട്ടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമാവും അല്ലേ? അങ്ങനെ ഇപ്പം നിങ്ങൾ ആരും ആശ്വസിക്കേണ്ട. അപ്പോൾ എന്തായാലും പാവം പിടിച്ച കുട്ടിയെ കുറിച്ചിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. താല്പര്യമുള്ളവർ കേട്ടാൽ മതി. അപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അതെ അതെ, മനസ്സിലായല്ലേ? ആരാധകരുടെ അതെ അതെ, മനസ്സിലായല്ലേ? അപ്പൊ കണ്ടില്ലേ, പാവം പിടിച്ച കുട്ടിയുടെ അണ്ണാക്കിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ്. അപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും തലയ്ക്കകത്ത് സെപ്റ്റി ടാങ്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് ദൂരേക്ക് കളഞ്ഞതിന് ശേഷം ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവരെ എന്തുകൊണ്ടാണ് കൂടുതൽ ജനങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അല്ലാണ്ട് പാവം പിടിച്ച കുട്ടി, വിധവ, പാവം പിടിച്ച കുട്ടി, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയും മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാതെ പോകുന്നത്. നിങ്ങൾ ഭയങ്കരമായ അന്തം ഫാൻസ് ആയിട്ട് മാറുന്നത്. പിന്നെ കുറച്ച് പേരെങ്കിലും PR വർക്ക് ചെയ്യുന്നത് ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവർ വന്ന് ഇടുന്ന കമന്റുകൾ കാണുമ്പോൾ തന്നെ അറിയാം PR റോളികളുടെ കമന്റ് ആണ് എന്നുള്ളത്. അപ്പൊ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പാവം പിടിച്ച കുട്ടി ഇപ്പൊ സംസാരിച്ചത് എന്താണ്? അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ഇവര് വിമർശിക്കപ്പെടുന്നത് അല്ലേ? അപ്പോൾ ഇതുപോലെ കുറെ വാണക്കുറ്റികളുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയ നീങ്ങിയ അവരെ സാരി മാറുന്നത് വരെ നോക്കി വിളിച്ച് പറയാനായിട്ട് കുറെ ജന്മങ്ങള്. അപ്പൊ ഇവനെയൊക്കെ ഇങ്ങനെ അങ്ങ് വിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവനെയൊക്കെ വിടാതിരിക്കുക ചേട്ടി. ഇവനൊക്കെ ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അത് വേറൊരു കാര്യം. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഇവര് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്നതാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു പാവം പിടിച്ച കുട്ടിയുടെ ഒരു മനോനില എങ്ങനെയാണെന്ന് വെച്ചാല്, ഇവർക്ക് എപ്പോഴും സമൂഹത്തിൽ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കണം. അതായത് എപ്പോഴും ഇങ്ങനെ കൂടുതൽ വൈറലായി വന്നുകൊണ്ടിരുന്നാൽ മാത്രമേ ഇവർക്ക് പ്രൊമോഷൻ വീഡിയോകളും വിദേശ യാത്രകളും ഉദ്ഘാടനങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊന്നും കുറച്ച് ആളുകളൊന്നും അതൊന്നും ചിന്തിക്കത്തില്ല. എത്ര നെഗറ്റീവ് അടിക്കുന്ന ആളുകളെയും താങ്ങിക്കൊണ്ട് പോകാനായിട്ട് കുറച്ചധികം ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും അവർക്ക് ഉദ്ഘാടനവും കിട്ടുന്നതിൽ നിങ്ങൾക്ക് അസൂയയാണോ എന്ന് ചോദിക്കും. എനിക്കൊരു അസൂയയില്ല, ഒരു മാങ്ങത്തൊലിയില്ല. അവർ ഉദ്ഘാടനം ചെയ്യുന്നത് അവരുടെ ആവശ്യം. പക്ഷെ അവർ നെഗറ്റീവിലൂടെ വൈറലാവാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പ്രഹസനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ അടുത്ത സമയത്ത് ഇവര് റെസ്റ്റോറന്റിലൊക്കെ പോയി ബാർ ഡാൻസ് ഒക്കെ ചെയ്തു, ബാറിലൊക്കെ പോയി. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ കുറച്ചധികം ആളുകളൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു, ചിലരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജനങ്ങൾ അതേക്കുറിച്ചിട്ട് വലുതായിട്ടൊന്നും ചർച്ച ചെയ്യാനായിട്ട് പോയിട്ടില്ല. പിന്നീട് ഇവരിവിടെ നമ്മുടെ ഈ നാട്ടിലൊക്കെ കിടന്നിട്ട് ഇവർ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളും റീൽസുകളൊക്കെ വന്ന സമയത്തും അധികം ആരും എടുത്ത് പഴയതുപോലെ വിമർശിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും നിന്നില്ല. അപ്പോഴത്തേക്ക് ഇവർ നോക്കിയപ്പോൾ എന്താണ്, ഇവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് പേരൊക്കെ ഇവരുടെ ഈ ഷോർട്സ് വീഡിയോകളൊക്കെ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നതല്ലാണ്ട് മറ്റ് വീഡിയോ, ഇപ്പൊ ട്രോൾ വീഡിയോ ആയാലും റിയാക്ഷൻ വീഡിയോ ആയാലും ഇതൊന്നും ചെയ്യുന്ന ആളുകളൊന്നും അവർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, എപ്പോഴും വൈറലായിട്ടിരിക്കണം. ഇങ്ങനെ വൈറലായി ഇരുന്നാൽ മാത്രമേ അവരുടെ ഉദ്ദേശം നടക്കത്തുള്ളൂ. അതായത് ഇതുപോലെയുള്ള വിദേശ യാത്രകളായാലും പ്രൊമോഷൻ വീഡിയോകളായാലും ഉദ്ഘാടനങ്ങളായാലും കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവർക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അപ്പോൾ അതിനു വേണ്ടി ഓരോന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഇതുപോലെയുള്ള
കച്ചറ സംസാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ വന്ന് അനാവശ്യം പറയാനും നമ്മളെ വന്ന് തെറി വിളിക്കാനും നിങ്ങൾക്ക് അസൂയയാണോ എന്ന് ചോദിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിയില്ലാതെ തലയ്ക്കകത്ത് തീട്ടം വെച്ച് കെട്ടിക്കൊണ്ട്, അതായത് സെപ്റ്റിക് ടാങ്ക് തലയ്ക്കകത്ത് കെട്ടിവെച്ച് നടക്കുന്ന കുറേ എണ്ണം ഉണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയിലിരിക്കുന്ന ആ സെപ്റ്റിക് ടാങ്ക് നിങ്ങളെടുത്ത് ദൂരെ കളയുക. എന്നിട്ട് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യന്റെ രീതിയിൽ ചിന്തിച്ച് നോക്ക്, എന്തിനാണ് നമ്മൾ വിമർശിക്കുന്നതെന്ന്. ഈ ഒരു സ്ത്രീ ഇവരുടെ തലമുടിയൊക്കെ പിന്നെ എന്താണ് ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ വച്ച് പിടിപ്പിക്കുന്നതിന് നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇവരുടെ സ്കിൻ വെളുക്കാൻ വേണ്ടിയിട്ട് ഇവര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? ഇവരുടെ പുരികം ഇവർ അടിപൊളിയാക്കിയതിന് ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? ഇവര് ബ്രസ്റ്റ് കുറവുള്ളത് കൊണ്ട് പാഡ് വെച്ച് നടക്കുന്നതിന് ആരെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് അവകാശമുണ്ട്. അവര് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് എല്ലാവർക്കും ഉള്ള എല്ലാവിധ അവകാശങ്ങളും എല്ലാം അവർക്കുമുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്നും അല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിവിടെ എപ്പോഴും സംസാരിക്കുന്നത് ഇവർ കാണിക്കുന്ന ഇതുപോലെയുള്ള കോപ്രായങ്ങൾ, അതുപോലെ തന്നെ ഇവർ ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാണിക്കുമ്പോഴത്തേക്ക് പലരും പറയും നയൻതാര ഇടുമ്പോൾ കുഴപ്പമില്ലേ നിങ്ങൾക്ക്, പിന്നെ അതുപോലെ തന്നെ സണ്ണി ലിയോന് ഇടുമ്പോൾ കുഴപ്പമില്ലേ, അതുപോലെ തന്നെ ഓരോരോ ആക്ട്രസിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കും അവരിടുന്നതിന് കുഴപ്പമില്ലേ, ഇവരിടുന്നതിന് കുഴപ്പമില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവിടെ കുഴപ്പം എന്താണെന്ന് അറിയാമോ? അയ്യോ പാവം കുട്ടി, പാവം വിധവ എന്നിങ്ങനെ നിങ്ങൾ നിരന്തരം ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ഒരാളുടെ ഇതുപോലെയൊക്കെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യാനെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാവം കുട്ടിയെ പറ്റിയിട്ട് മാത്രം നമ്മൾ വിമർശിക്കുമ്പോൾ എന്തിനാണ് ഇത്രയധികം വേദനിക്കുന്നത്? അഹാന കൃഷ്ണയെയും അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ പെൺമക്കൾ കുറെ എണ്ണം ഉണ്ടല്ലോ, അതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ അവരുടെയൊക്കെ വസ്ത്രധാരണത്തെ പറ്റിയിട്ടൊക്കെ വിമർശിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും എങ്ങും പൊള്ളുന്നില്ലല്ലോ. അതുപോലെ കുറെ പേരുണ്ട്, അവരെ പറ്റിയിട്ടൊന്നും നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു പൊള്ളലും ഇല്ല. ഈ പാവം കുട്ടിയെ പറ്റിയിട്ട് മാത്രം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ നോവുന്നത്? അയ്യോ പാവം വിധവയല്ലേ എന്ന് പറയുന്നു. വിധവ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പണ്ട് കാലത്തൊക്കെ ഭയങ്കര സംഭവമായിരുന്നു. അതായത് പഴയ കാലഘട്ടത്തിലുള്ള ആളുകളൊന്നും ഒരു നല്ല കാര്യങ്ങൾക്കും വിധവകളെ കൊണ്ട് ചെയ്യിക്കത്തില്ലായിരുന്നു. അതായത് ഇപ്പോൾ ഉദ്ഘാടനമായാലും ഒരു വീടിന്റെ പാലുകാച്ചിന് വിളക്ക് കൊണ്ട് കയറാനായാലും അങ്ങനെയുള്ള ഒരു കർമ്മങ്ങൾക്കും പണ്ട് കാലത്തെ ആളുകളൊന്നും ഈ വിധവകളെ ഉൾപ്പെടുത്തില്ലായിരുന്നു. പക്ഷെ അതൊക്കെ മാറിയില്ലേ? ഇപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ വിധവകൾ എന്നുള്ളൊരു ആ ഒരു പരിഗണന എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അത് പരിഗണനയുടെ ഒരു ആവശ്യമില്ല. ഒരു വ്യക്തി വിധവയാകുന്നത് അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ ജീവിത പങ്കാളിയെ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരൊന്നും ചെയ്തത് കൊണ്ടല്ല. അപ്പോൾ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യവും ഇല്ല ഒരു സ്ത്രീയെ എന്ന് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യർ മനസ്സിലാക്കി കഴിഞ്ഞു. പണ്ട് കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വിശ്വാസങ്ങൾ ആവശ്യത്തിലധികവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങൾ അങ്ങനെയായിരുന്നു വിശ്വസിച്ച് വന്നിരുന്നത്. അപ്പോൾ എന്ന് കരുതിയിട്ട് ഇന്ന് അങ്ങനെ ആരെങ്കിലും ഇവരെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇന്ന് ഇവരെ ഒരുപാട് ഉദ്ഘാടനങ്ങളായാലും വിദേശ യാത്രകളായാലും ഒക്കെ ഇവർ ചെയ്യുന്നില്ലേ? അപ്പോൾ അവരെ ആരും അങ്ങനെ മാറ്റി നിർത്തിയിട്ടല്ല. പക്ഷെ അവർ കാണിക്കുന്ന ഇതുപോലെയുള്ള വൃത്തികേടുകൾ നമ്മൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഉടനെ പറയും വിധവയെ കല്ലെറിയുന്നു, വിധവയെ അങ്ങനെ പറയാമോ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. അങ്ങനെയാണോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർ വന്നിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന്. അങ്ങനെയാണോ കരുതാനുള്ളത്? ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് വെച്ചാൽ അതിൽ പല അർത്ഥങ്ങളും വരില്ലേ? ആ ഒരു രീതിയിലൊക്കെ ഒരു സ്ത്രീക്ക് ജീവിച്ചു പോവാമോ? അപ്പോൾ അതാണോ നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് സമൂഹത്തിന്? എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്നല്ല പറയുന്നത്. അങ്ങനെയുള്ള നിങ്ങളാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, അവരുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ട് കൊടുക്കൂ. എങ്ങനെയെങ്കിലും കുറച്ച് ധനം സമാഹരിച്ചിട്ട് അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇത്ര നാളത്തേക്ക് ഇതെടുത്ത് കഴിക്കൂ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് പറയുന്നത് ഒട്ടും മാന്യമായ കാര്യമല്ല. അപ്പോൾ ഇത് എൻ്റെ ചാനലാണ്. ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഞാൻ ഒരൊറ്റ മനുഷ്യരെ പോലും തെറി വിളിച്ചിട്ട് സംസാരിക്കാറില്ല. അപ്പോൾ അത് മാത്രമല്ല ബോഡി ഷെയ്മിങ്ങും തീരെ ചെയ്യാറില്ല. അതെൻ്റെ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറയും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത്രയേ ഉള്ളൂ. പിന്നീടുള്ളൊരു കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെർക്കമെന്റ് ഇട്ട് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല, നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ പറയാം. അതിലൊന്നും ഒരു വിഷയമല്ല. നമ്മളിടുന്ന വീഡിയോ എല്ലാം സൂപ്പർ ആണെന്ന് നിങ്ങൾ പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിലുള്ള കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറയാം. അതല്ലാത്ത പക്ഷം എൻ്റെ ചാനലിൽ വന്നിട്ട് കമന്റ് ഇട്ട് പോഴത്തരം പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ
അപ്പുറത്തെ മറുപടി നിങ്ങൾക്കും കിട്ടും. ആ ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ഒട്ടുമിക്ക വീഡിയോകളിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. അപ്പോൾ പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടിയിട്ട് വാദിക്കാനിരിക്കുന്ന ആളുകൾ ഈ പാവപ്പെട്ട കുട്ടിയുടെ ഷോർട്സ് വീഡിയോകൾ എല്ലാം കാണണം. ഏതെങ്കിലുമൊക്കെ അറ്റവും മൂലയൊക്കെ കണ്ടിട്ട് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ വിമർശിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കാണാത്ത വീഡിയോകളുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തള്ളിക്കയറിക്കൊണ്ട് വരാതിരിക്കുക. ഇത്രേ പറയാനുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.